നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. പേർഷ്യൻ ഗൾഫിൽ വീണ്ടും യുദ്ധഭീതി പടരുന്നു. ഇറാൻ സമുദ്രാതിർത്തിക്ക് സമീപം അമേരിക്ക വൻതോതിൽ നാവിക വ്യോമസേനകളെ വിന്യസിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മേഖലയിൽ ഒരു വൻ പടക്കപ്പൽ നിര നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരീകരിച്ചതോടെ മിഡിൽ ഈസ്റ്റ് മറ്റൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം. യുഎസ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിന് തൊട്ടടുത്തുള്ള ഒമാൻ ഉൾക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം 3 അത്യാധുനിക മിസൈൽ ഡിസ്ട്രോയറുകളും ഒരു ആണവോർജ്ജ അന്തർവാഹിനിയും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ പരീക്ഷണങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് പെന്റഗണിൽ നിന്നുള്ള സൂചനകൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് US മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പതാക വഹിച്ചുള്ള കപ്പലുകൾ ഇറാൻ സമുദ്രാതിർത്തിയിൽ നിന്ന് പരമാവധി അകലം പാലിക്കണമെന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് കപ്പലുകളിൽ കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കണമെന്നുമാണ് നിർദ്ദേശം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 100-ലധികം സൈനിക ചരക്കു വിമാനങ്ങൾ C-117 ഗ്ലോബ് മാസ്റ്റേഴ്സ് മിഡിൽ ഈസ്റ്റിലെ വിവിധ US ബേസുകളിലേക്ക് എത്തിയതായാണ് വിവരം. കൂടാതെ ജോർദാനിലെ വ്യോമതാവളത്തിൽ F-15 യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നിലവിൽ ഒമാനിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സൈനിക ശക്തി പ്രദർശിപ്പിച്ച് ഇറാനെ ചർച്ചാമേശയിൽ സമ്മർദ്ദത്തിലാക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഇറാനും ഉറച്ചുനിൽക്കുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സൈനിക നീക്കം ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന ഭീതി മേഖലയിലെ വ്യാപാരത്തെയും വിദേശ തൊഴിലാളികളെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഈ നീക്കങ്ങൾ ആഗോള എണ്ണ വിപണിയെയും വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ കനത്ത ആഘാതമാകും. ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് ഞങ്ങൾ തുടർന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളിലേക്കെത്തിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.